ഈ ഓണക്കാലത്ത് വേറിട്ടൊരു കാഴ്ചയായി മാറുകയാണ് സ്റ്റാമ്പുകൾ കൊണ്ട് തീർത്ത ഒരു പൂക്കളത്തിന്റെ മാതൃക. കാഞ്ഞിരപ്പള്ളി AKJM സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പളായ ഫാദർ വിൽസൺ പുതുശ്ശേരിയാണ് ഈ വ്യത്യസ്തമായ പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ആ പൂക്കളം ഒന്ന് കണ്ടുവന്ന ശേഷം കൂടുതൽ സംസാരിക്കാം. ആയിരത്തിലേറെ സ്റ്റാമ്പുകൾ കൊണ്ടാണ് ഫാദർ വിൽസൺ പുതുശ്ശേരി പൂക്കളത്തിന്റെ മാതൃക തീർത്തിരിക്കുന്നത്. പൂക്കൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്റ്റാമ്പുകൾ മാത്രമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 50-ലധികം രാജ്യങ്ങളിലെ വ്യത്യസ്തങ്ങളായ സ്റ്റാമ്പുകൾ കൊണ്ടാണ് പൂക്കളം. ഒരു സ്റ്റാമ്പ് പോലും ആവർത്തിച്ചിട്ടുമില്ല. വിവിധ രാജ്യങ്ങളിൽ ഏകദേശം 1000-ലധികം വ്യത്യസ്തങ്ങളായ സ്റ്റാമ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൂക്കൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൂക്കളുടെ സ്റ്റാമ്പുകൾ ഒന്നും തന്നെ ആവർത്തിച്ചിട്ടില്ല. എല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റാമ്പുകൾ തന്നെയാണ്. അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു പൂക്കളം ഈ സ്റ്റാമ്പുകൾ കൊണ്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. ഞാൻ ഇതിനു മുൻപും കഴിഞ്ഞ ക്രിസ്മസിന് പിലാറ്റ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കിയിരുന്നു. അത് പിലാറ്റിലെ ക്രിബ് തന്നെ ഉണ്ടാക്കിയിരുന്നു. അത് ക്രിസ്മസ് സ്റ്റാമ്പുകൾ മാത്രമാണ് ഉപയോഗിച്ചത്. ഇന്ത്യയിലെയും വിദേശത്തെയും അടക്കം സ്റ്റാമ്പുകൾ പൂക്കളത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. റോസ്, ലില്ലി, താമര, കണിക്കൊന്ന തുടങ്ങിയവയുടെ പുഷ്പങ്ങൾ മുതൽ വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന പുഷ്പങ്ങൾ വരെ പൂക്കളത്തിന്റെ ഭാഗമായി. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് സ്റ്റാമ്പുകൾ കൊണ്ട് ക്രിസ്മസ് ട്രീ ഒരുക്കിയും ഫാദർ വിൽസൺ ശ്രദ്ധ നേടിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. ഷിനോജ് അവസാനം പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പൂക്കളത്തിന്റെ പ്രത്യേകത കേട്ടോ. അതായത് നമ്മളിവിടെ അത്തപ്പൂക്കളം ഇടുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പൂക്കളൊക്കെയാണ്, പക്ഷെ ഇത് വിദേശ രാജ്യത്ത് കാണുന്ന പൂക്കൾ വരെ ഈ സ്റ്റാമ്പ് കൊണ്ടുള്ള പൂക്കളത്തിലുണ്ട് എന്നതാണ്. ഷിനോജ് എസ്റ്റി തന്നെ നമുക്കൊപ്പം ചേർന്നുണ്ട്. ഷിനോജ്, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഫാദറിന്റെ കയ്യിൽ എത്രത്തോളം സ്റ്റാമ്പുകൾ ഉണ്ടായിരിക്കും. കാരണം ഒരു സ്റ്റാമ്പ് പോലും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതോടൊപ്പം പൂക്കൾ മാത്രമുള്ള സ്റ്റാമ്പുകൾ വെച്ച് ഇങ്ങനെ ഒരു പൂക്കളം ഒരുക്കിയിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ചെറുപ്പം മുതൽ തന്നെ സ്റ്റാമ്പ് ശേഖരണം വളരെ ഹോബിയാക്കി മാറ്റിയൊരു മനുഷ്യനാണ് നമ്മളെ കാഞ്ഞിരപ്പള്ളിക്കാരനായ ഫാദർ വിൽസൺ പുതുശ്ശേരി. അദ്ദേഹം AKJM സ്കൂളിലെ വൈസ് പ്രിൻസിപ്പാളാണ്. നേരത്തെയും അച്ഛൻ്റെ ഇത്തരത്തിലുള്ള ഈ സ്റ്റാമ്പ് ശേഖരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ തത്സമയ റിപ്പോർട്ടറിൽ പങ്കുവച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് ഇത്തരത്തിൽ സ്റ്റാമ്പ് ഉപയോഗിച്ച് ക്രിസ്മസ് ട്രീ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളന്ന് വാർത്തയാക്കി നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഓണ സമയത്തും ഫാദർ വിൽസൺ പുതുശ്ശേരി ഇത്തരത്തിലൊരു പൂക്കളത്തിൻ്റെ മാതൃക സ്റ്റാമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്നത്. അത് പൂക്കളത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഒരു സ്റ്റാമ്പ് പോലും ആവർത്തിച്ചിട്ടില്ല. ഒപ്പം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാമ്പുകൾ എന്ന് പറയുന്നത് പൂക്കളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്റ്റാമ്പ് ഉപയോഗിച്ചാണ് ആ പൂക്കളം പൂർണ്ണമായും തയ്യാറാക്കിയിരിക്കുന്നത്. 1-2 സ്റ്റാമ്പല്ല, ഒരു 1000-ന് മുകളിൽ സ്റ്റാമ്പ് ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാമ്പ് ശേഖരണത്തിനുള്ള ഭ്രമം അത്രത്തോളം ഉണ്ട് എന്ന് സംബന്ധിച്ച് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള സ്റ്റാമ്പുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. എന്തായാലും ഈ സ്റ്റാമ്പ് ഇപ്പോൾ കാണുന്നതിന് വേണ്ടി, ഈ പൂക്കളം മാതൃക കാണുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകളാണ് ഫാദർ വിൽസൺ പുതുശ്ശേരി വീട്ടിലേക്ക് എത്തുന്നത്. എന്തായാലും അച്ഛൻ തന്നെ പറയുന്നത്, ഇത് കഴിഞ്ഞിട്ട് സ്കൂൾ തുറന്നതിന് ശേഷം ഈ പൂക്കളത്തിന്റെ മാതൃക തന്റെ സ്കൂളിൽ പ്രദർശിപ്പിക്കാനാണ്. ശരി ഷിനോജ്, എന്തായാലും ഫാദർ വിൽസൺ പുതുശ്ശേരിയുടെ ഈ സ്റ്റാമ്പ് പൂക്കളം അടിപൊളിയായിട്ടുണ്ട്. ശരി.